ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി. അപ്പോൾ കുറേ ദിവസമായിട്ട് വീഡിയോസ് ഉണ്ടായിരുന്നില്ല, അപ്പോൾ വീഡിയോസ് എടുക്കാൻ പറ്റിയില്ലായിരുന്നു. അപ്പോൾ അത് കാരണം വീഡിയോസ് ഒന്നും ഇട്ടില്ല. പിന്നെ എന്താണെന്നറിയില്ല, വീഡിയോ ഇടാനൊരു മൂഡില്ലായിരുന്നു. അപ്പോൾ അത് കാരണം വീഡിയോസ് ഒന്നും ഇട്ടിട്ടുണ്ടായില്ല. അപ്പോൾ ഞാൻ എന്താണെന്നറിയില്ല, ഇൻട്രോ കൊടുക്കാനും മൂടില്ല. അപ്പോൾ ഞാൻ ചുമ്മാ ഇരുന്ന് ഓരോ ഗോഷ്ടി കാണിച്ച് അങ്ങനെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പം ഇന്നത്തെ ഒരു വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് തൊട്ടിട്ട് കറക്റ്റായിട്ട് ഇടണമെന്ന് ഞാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഇനി അറിയില്ല, ഒന്നും പറയില്ല. ഞാൻ പറഞ്ഞു കഴിയുമ്പോൾ തീരെ നടക്കില്ല. അപ്പോൾ അത് കാരണം ഒന്നും മുന്നേ കൂട്ടി പറയുന്നു. കണ്ണുമൂനൊക്കെ ഉണ്ടായി കഴിഞ്ഞ്, അതായത് പ്രഗ്നൻസി എല്ലാം കഴിഞ്ഞതിന് ശേഷം ഞാൻ നേരിട്ടിട്ടുള്ള ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹെയർ ലോസ് ആണ് ഗൈസ്. എനിക്കത് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടുണ്ടാക്കാറുണ്ട്. എനിക്ക് നല്ല ഒരുവിധം എല്ലാവർക്കും മുടി ഒഴിയുന്നത് ഭയങ്കര ഒരു വിഷമവും ഡിപ്രഷനൊക്കെ ആവുന്നൊരു സ്റ്റേജ് ആയിരിക്കും അല്ലേ. അപ്പോൾ ഞാൻ അതിനുശേഷം എവിടെ കിടന്നാലും ഇരുന്നാലും എല്ലാം എനിക്ക് കാണാൻ പറ്റുന്നത് എൻ്റെ മുടി ഊരിപ്പോന്നിട്ടുള്ളതാണ് കേട്ടോ. എനിക്ക് സത്യം പറഞ്ഞാൽ ചീപ്പെല്ലാം മുടിയിലിട്ട് ചീവാൻ തന്നെ ഭയങ്കര പേടിയായിരുന്നു. കാര്യം എന്ന് വെച്ചാൽ ചീവി കഴിയുമ്പോഴത്തേനും ഇതുപോലെ ഒത്തിരി മുടി കയ്യിൽ പോരും. അപ്പോൾ ഇതിങ്ങനെ കൈ പോരരുതല്ലോ എന്ന് എഴുതിയിട്ട് ഞാൻ സത്യം പറഞ്ഞ് മുടി വരെ ചീവിലെന്ന് നിർത്തിയായിരുന്നു കേട്ടോ. എന്തിനാ അദ്ദേഹം പറയുന്നു, റൂമെല്ലാം അടിച്ചു വാരിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ പോലും താഴെ കിടക്കുന്നത് മുടിയാണ്. അപ്പോൾ അതൊക്കെ കാണുമ്പോഴത്തേനും മനസ്സിന് ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാര്യം മുടി ഇങ്ങനെ കൊഴിഞ്ഞിട്ട് നമ്മൾ വെട്ടിക്കളഞ്ഞാലും കൊഴിഞ്ഞു പോകുമ്പോഴത്തേനും അതൊരു ഭയങ്കര വിഷമം തന്നെയാണ് കേട്ടോ. പക്ഷെ എനിക്കത് ഭയങ്കര ബുദ്ധിമുട്ടായപ്പോൾ ഞാൻ വത്സലമ്മയെ വിളിച്ചിട്ട് അതിൻ്റെ വിഷമം പറയുമായിരുന്നു എപ്പോഴും. അപ്പോൾ അങ്ങനെ അമ്മയെ വിളിച്ചിട്ട് ഞാൻ വീണ്ടും ഇത് കരച്ചിലും പറച്ചിലും ഒക്കെ ആയി കഴിഞ്ഞപ്പോഴത്തേനും ഉടനെ അമ്മ എൻ്റെ അടുത്ത് പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യ്, സവാള എടുത്തിട്ട് നമ്മുടെ ഉള്ളി എടുത്തിട്ട് അത് ഇടിച്ച് പിഴിഞ്ഞ് അതിൻ്റെ നീരെടുത്തിട്ടൊന്ന് തേക്കാൻ പറഞ്ഞു. അങ്ങനെ തേച്ച് കഴിയുമ്പോഴത്തേനും മുടിയുടെ ആ ഒരു കൊഴിച്ചിലും ഒക്കെ മാറി ഹെയർ ഒന്ന് ഗ്രോത്ത് ആവാൻ വേണ്ടിയിട്ട് ഹെൽപ്പാക്കും നമ്മ അങ്ങനെ പറയുണ്ടായി. അന്ന് ഞാൻ അതൊന്ന് ട്രൈ ചെയ്യാമെന്ന് പറഞ്ഞിട്ടോ ട്രൈ ചെയ്യാനിരുന്നു. അപ്പോൾ ഞാൻ അതിൻ്റെ ഉള്ളിയുടെ ഒന്ന് പുറത്തുള്ള തൊലിയെല്ലാം ഒന്ന് കളഞ്ഞ് ഞാൻ ഇതുപോലത്തെ ഇടിയലിൽ ഇട്ടിട്ടൊന്ന് ഇടിച്ച് അതിൻ്റെ നീരെടുക്കാമെന്ന് പറഞ്ഞായിരുന്നു കേട്ടോ. പക്ഷേ എത്രയാണെന്നും പറഞ്ഞാൽ ഒരുപാട് സമയം ഇരുന്ന് കുത്തിയിട്ട് അതിന് നമുക്ക് വിചാരിച്ച രീതിയിലുള്ള അതിൻ്റെ ഒരു സത്തുകൾ അല്ലെങ്കിൽ അതിൻ്റെ ഒരു നീരൊന്നും നമുക്ക് കിട്ടുന്നില്ലായിരുന്നു കേട്ടോ. ഞാൻ എത്ര ഇടിച്ചിട്ടും അത് പാളിപ്പോയപ്പോൾ ഞാൻ എന്ത് ചെയ്തു, അത് അവിടെ ഇട്ടിട്ട് ഞാനിങ്ങനെ എണീറ്റിട്ട് പോരുമായിരുന്നു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇത് ഒരുപാട് തവണ കുത്തി നോക്കിയിട്ടും പ്രത്യേകിച്ച് ഒരു ഇതും ഉണ്ടായില്ല. അപ്പോൾ ഞാനത് അവിടെ ഇട്ടിട്ട് ഞാനിങ്ങനെ എണീറ്റ് പോകുന്നു. പിന്നെ എപ്പോഴത്തെയും പോലെ നമുക്കൊരു ഓപ്ഷൻ ഉണ്ടല്ലോ ഓൺലൈനിൽ നിന്ന്. അപ്പം ഞാൻ ആമസോണിൽ കയറിയിട്ട് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ഒനിയൻ ഷാമ്പൂ അല്ലെങ്കിൽ അടിച്ചു നോക്കിയപ്പോഴത്തേനും ഒനിയൻ ഷാമ്പൂ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു, അല്ലെങ്കിൽ ബെസ്റ്റ് ഓപ്ഷനായിട്ട് വന്നിട്ടുണ്ടായിരുന്നു നമ്മുടെ മാമാർത്തിൻ്റെ തന്നെയായിരുന്നു കേട്ടോ. അപ്പോൾ മാമാർത്തിൻ്റെ ഒനിയൻ ഷാമ്പൂവും മാമാർത്തിൻ്റെ ഒനിയൻ കണ്ടീഷണറൊക്കെയാണ് ഫസ്റ്റ് ഓപ്ഷനായിട്ട് വന്നിട്ടുള്ളത്. മാമാർത്തിനെ പറ്റിയിട്ട് ഞാൻ നിങ്ങൾക്ക് കൂടുതൽ ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ അങ്ങനെ തന്നെ ഞാനത് ഓർഡർ ചെയ്യുകയും അതെനിക്ക് പിറ്റേ ദിവസം എൻ്റെ കയ്യിൽ കിട്ടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു, ഞാൻ ഭയങ്കര കോൺഫിഡൻ്റ് ആയിരുന്നു. ഇനി എല്ലാം മാറും എന്നുള്ളൊരു കോൺഫിഡൻസ് എനിക്കുണ്ടായിരുന്നു കേട്ടോ. കാര്യം ഞാൻ ഒരുപാട് വിഷമിച്ചിട്ടുണ്ട് ഹെയർ ലോസ് കാരണം. ഇപ്പോൾ അതെല്ലാം മാറും എന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. കാര്യം അപ്പോൾ ഒരുപാട് സെർച്ച് ചെയ്തതിനൊടുവിൽ നമ്മൾ ചൂസ് ചെയ്തിട്ടുള്ളത് ഇന്ത്യയിലെ നമ്പർ 1 ആയിട്ടുള്ള മാമാർത്തിന്റെ ഒനിയൻ ഷാമ്പും അതുപോലെ തന്നെ മാമാർത്തിന്റെ ഒനിയൻ കണ്ടീഷണർ കേട്ടോ. ഇത് നമ്മുടെ 90% ഹെയർ ലോസ് കുറയ്ക്കും കേട്ടോ. അത് മാത്രമല്ല കേട്ടോ, അതിന്റെ മെയിൻ കണ്ടന്റ് എന്ന് പറഞ്ഞാൽ ഒനിയനാണ്. ഒനിയൻ ഇപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം, ഇത് നമ്മുടെ സ്കാൽപ്പിലേക്ക് ആഴ്ന്നിറങ്ങിയും അത് നമ്മുടെ മുടിവേരിന്റെ വേരുകളെ ഹെൽത്തി ആക്കിയിട്ട് വെക്കുകയും അത് ഭയങ്കര സ്ട്രോങ് ആക്കിയിട്ട് വെക്കുകയും ചെയ്യും. അപ്പോൾ നമ്മുടെ ഹെയർ നല്ല ഹെൽത്തി ആയിട്ടും സ്ട്രോങ് ആയിട്ട് ഇരിക്കാനും നമ്മളെ ഹെൽപ്പ് ചെയ്യും. പല ക്ലൈമറ്റും അങ്ങോട്ടും ഇങ്ങോട്ടും മാറുമ്പോഴൊക്കെ നമ്മുടെ ആ ഒരു മുടിയുടെ കൊഴിച്ചിലിന് മാറ്റം ഉണ്ടാവില്ലേ. എനിക്ക് തോന്നുന്നു മൺസൂൺ ടൈമിലാണ് നമുക്ക് ഏറ്റവും കൂടുതൽ മുടി ഒഴിയണത്. ആ സമയത്ത് നമുക്ക് നല്ലൊരു ബെസ്റ്റ് ഓപ്ഷൻ നമ്മുടെ മുടിക്ക് കൊടുക്കാൻ പറ്റുമെങ്കിൽ മാത്രമേ നമുക്ക് നമ്മുടെ മുടിയെ ഹെൽത്തി ആക്കിയിട്ട് വെക്കാൻ പറ്റുള്ളൂ. അങ്ങനെ ഞാൻ ചൂസ് ചെയ്തിട്ടുള്ള ഒരു പ്രോഡക്റ്റ് കൂടിയാണ് കേട്ടോ അത്. അതുപോലെ തന്നെ ഗൈസ്, ഇതൊരു ടോക്സിൻ ഫ്രീ ആണ്, അതുപോലെ പാരബൻ ഫ്രീ ആണ്, സൾഫേറ്റ് ഫ്രീ ആണ്, ഡെർമറ്റോളജിക്കൽ ടെസ്റ്റഡ് ആണ്, അതുപോലെ എല്ലാ ഹെയറിനും സൂട്ടും ആണ് കേട്ടോ. അപ്പൊ ജസ്റ്റ് നമുക്കിതൊന്ന് അപ്ലൈ ചെയ്ത് കാണിച്ചാലോ. ജസ്റ്റ് തലയിൽ നമുക്കൊന്ന് അപ്ലൈ ചെയ്തിട്ട് വരാം. ഓക്കെ, ആദ്യം തന്നെ കുറച്ച് ഞാൻ എൻ്റെ കയ്യിലേക്ക് എടുക്കായിരുന്നു കേട്ടോ. വേറെ ഒന്നുമല്ല, സ്മെല്ലറിയാൻ വേണ്ടിയിട്ടായിരുന്നു. പക്ഷേ ഉള്ളിയുടെ ആ ഒരു സ്മെല്ലൊന്നും അല്ല കേട്ടോ, നല്ല അടിപൊളി ഒരു സ്മെല്ലായിരുന്നു. അതിനുശേഷം ഞാൻ കപ്പിൽ കുറച്ച് വെള്ളം എടുത്തിട്ട് കുറച്ച് അതിലേക്ക് ആക്കി ഒന്ന് ഡയല്യൂട്ട് ചെയ്തു കേട്ടോ. ഡയറക്റ്റ് നമ്മൾ ഹെയറിൽ അപ്ലൈ ചെയ്യരുത്. ഏത് ഷാമ്പൂ ആണെന്നുണ്ടെങ്കിലും വെള്ളത്തിൽ ഒന്ന് ഡയല്യൂട്ട് ചെയ്തിട്ട് വേണം നമ്മൾ തലയിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാൻ കേട്ടോ. ഞാൻ അങ്ങനെയാണ് ചെയ്യാറുള്ളത്. അതിന് ശേഷം നന്നായിട്ട് ഹെയർ വാഷ് ചെയ്തതിന് ശേഷം ഞാൻ കുറച്ച് കണ്ടീഷണറും കൂടെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതും കുറച്ച് എടുത്തതിന് ശേഷം ഞാൻ അതും ഹെയറിൽ കുറച്ച് നന്നായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിന് ശേഷം ഞാൻ നന്നായിട്ട് വെള്ളത്തിലെല്ലാം മുടി നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് എടുക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ ഗൈസ്, ഞാൻ ജസ്റ്റ് തല മാത്രം വാഷ് ചെയ്തേ ഉള്ളൂ. കാര്യം ഞാൻ രാവിലെ തലയൊക്കെ വാഷ് ചെയ്തതായിരുന്നു. അപ്പോൾ അത് കാരണം ഞാൻ ജസ്റ്റ് തല മാത്രമേ വാഷ് ചെയ്തതേ ഉണ്ടായുള്ളൂ. അപ്പോൾ എന്തായാലും മാമാർത്ത് എന്ന് പറയുന്ന ഒരു നന്മയാണ്. അത് അവർ നിലകൊള്ളുന്ന
മാമാർത്ത് എന്ന് പറയുന്ന ഒരു നന്മയാണ്. അത് അവരുടെ പ്രൊഡക്റ്റിൽ മാത്രമല്ല, അവർ നിലകൊള്ളുന്ന മൂല്യത്തിലും കാണാം. അതിലെടുത്ത് പറയേണ്ട ഒന്നാണ് പ്ലാൻ ഗുഡ് ഇനീഷ്യേറ്റീവ്. അവരുടെ വെബ്സൈറ്റ് വഴിയോ അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ വഴിയോ നമ്മളൊരു പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവർ നട്ടുപിടിപ്പിച്ചിട്ടുള്ള ഒരു മരത്തിലേക്ക് അത് ലിങ്ക് ചെയ്യും. 2025 ഇന്ത്യയിൽ 10 ലക്ഷം മരങ്ങൾ നട്ടുപിടിപ്പിക്കാനാണ് അവർ പ്ലാൻ ചെയ്തിട്ടുള്ളത്. അപ്പൊ മാമാർത്തിന്റെ പ്രൊഡക്റ്റ് അവരുടെ ആപ്ലിക്കേഷനിലും വെബ്സൈറ്റിലും കൂടാതെ ആമസോണിലും ഫ്ലിപ്കാർട്ടിൽ നൈക്ക എല്ലായിടത്തും അവൈലബിൾ ആണ്. അത് മാത്രമല്ല, നിങ്ങളുടെ അടുത്തുള്ള സ്റ്റോറുകളിൽ ഇപ്പൊ മാമാർത്തിന്റെ പ്രൊഡക്ട്സ് എല്ലാം അവൈലബിൾ ആണ്. നിങ്ങൾ കാണുകയാണെങ്കിൽ അല്ലെങ്കിൽ വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാം കേട്ടോ. അപ്പൊ എന്തായാലും മാമാർത്തിന്റെ ആപ്ലിക്കേഷൻ വഴിയോ അല്ലെങ്കിൽ വെബ്സൈറ്റ് വഴിയോ നിങ്ങൾ പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ കാണുന്ന കൂപ്പൺ കോഡ് യൂസ് ചെയ്യുകയാണെങ്കിൽ 20% ഓഫർ ഉണ്ടാകുന്നതായിരിക്കും. അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്ക്രിപ്ഷനിലും കമന്റ് ബോക്സിലും കൊടുക്കാം. ബൈ. അപ്പോൾ ഗൈസ്, ഇപ്പോൾ നമ്മൾ പോകുന്ന എവിടേക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പൊന്നൂൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. ഇത് അന്ന് എടുത്ത വ്ളോഗാണ് കേട്ടോ, ഇപ്പോഴാണ് ഇടുന്നത്. അപ്പോൾ അന്ന് നമ്മൾ അവൾക്ക് ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട് അമ്പലപ്പുഴയ്ക്ക് പോവാണ് കേട്ടോ. അപ്പോൾ ഞാനും വിഷ്ണുവിനും കണ്ണമ്മോനും കൂടെയാണ് പോണത്. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ അമ്പലപ്പുഴ പിങ്ക് ലേഡി എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഷോപ്പിലാണ് കേട്ടോ വന്നിട്ടുള്ളത്. ഞാൻ മിക്കപ്പോഴും ഇവിടെ കയറുന്നത് ഇപ്പോൾ ഒന്ന് തോന്നുന്നു കേട്ടോ. ഒരു ഇതൊക്കെ ഞാൻ ഇവിടെ കയറിയിട്ടാണ് ഡ്രസ്സ് എടുക്കുന്നത്. അപ്പോൾ അങ്ങനെ ഇവിടുന്ന് ഡ്രസ്സ് എടുക്കും. ഹാപ്പി ബർത്ത്ഡേ. അങ്ങനെ എല്ലാവരും കൂടി പൊന്നൂൻ്റെ ബർത്ത്ഡേയുടെ കേക്ക് മുറിച്ചു കേട്ടോ. അങ്ങനെ എല്ലാവരും എന്ന് പറയാൻ അപ്പുറത്ത് അവളുടെ രണ്ട് കൂട്ടുകാർത്തികളുണ്ടായിരുന്നു, പിന്നെ സനമോളുണ്ടായിരുന്നു, പിന്നെ നമ്മൾ മാത്രം, അച്ഛൻ, അമ്മ, വിഷ്ണുവേട്ടൻ, പിന്നെ നമ്മൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, സന്തോഷേട്ടൻ, അവിടുത്തെ ലീലാപ്പി, ചെന്നൊക്കെ നമ്മൾ മാത്രം. അങ്ങനെ വേറെ ആരും പുറത്തൊന്നും ഉണ്ടായിരുന്നില്ല. അവർ 2 കൂട്ടുകാർത്തികൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ പൊതുവേ കണ്ണമോൻ ഇപ്പോൾ കേക്ക് മുറിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്. ഹാപ്പി എന്നും പറഞ്ഞ് നടക്കുവാൻ. അതുകൊണ്ട് കണ്ണമോനും സനമോളും പൊന്നും കാവ്യം എല്ലാവരും കൂടാണ് ഒരു കേക്ക് കട്ട് ചെയ്തിട്ടുണ്ടായത് കേട്ടോ. അപ്പോൾ പൊന്നു ഇട്ടേക്കുന്ന ഡ്രസ്സ് ചിന്നോക്കും സന്തോഷേട്ടനും ബർത്ത്ഡേക്ക് അവർക്ക് എടുത്തു കൊടുത്ത ഉടുപ്പാണ് കേട്ടോ. പൊന്നു ബർത്ത്ഡേക്ക് എടുത്തിട്ടുണ്ട്. പൊന്നുവിനും ഇപ്പോൾ ഇഷ്ടം ഇത്തരം ഡ്രസ്സസ് ഇടാനാണ്. എനിക്കും അങ്ങനെ തന്നെ കേട്ടോ. ഞാൻ കല്യാണം കഴിഞ്ഞ് വന്ന അന്ന് തൊട്ടിട്ട് പൊന്നുവിനോ കാവിക്കോ എന്തെങ്കിലും ഡ്രസ്സ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ മാക്സിമം കുറച്ചും കൂടെ വെസ്റ്റേൺ ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ, ഇപ്പോൾ ജീനും ടോപ്പ് ആണെങ്കിലോ അല്ലെങ്കിൽ സ്കേർട്ടും ടോപ്പോ അല്ലെങ്കിൽ വെറും ഷർട്ട് മാത്രമായിട്ട് ഒരു കുറച്ച് ഷോർട്ടായിട്ട് ഒരു മുട്ടിൻ്റെ വരെയൊക്കെയുള്ള ഷർട്ടൊക്കെ ഉണ്ടാവില്ലേ, അത്രയൊക്കെ ഇട്ട് ഷൂ ഒക്കെ പെയർ ചെയ്യാൻ പറയുക. അങ്ങനെ ഞാൻ അവർക്ക് അധികം എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇപ്പോഴും ഞാൻ അങ്ങനെയൊക്കെ തന്നെ എടുക്കാറുള്ളത്. അപ്പോൾ ഇപ്പോൾ പൊന്നൂനുമായിട്ടും കാവിക്കാണെങ്കിലും ഇത്തരം ഡ്രസ്സൊക്കെ ഇടാനാണ് കേട്ടോ ഇഷ്ടം. അപ്പോൾ കേക്കൊക്കെ കട്ട് ചെയ്തിട്ട് എല്ലാവർക്കും കേക്കൊക്കെ കൊടുത്തു. അപ്പോൾ കേക്ക് നമ്മുടെ രാരുവിൻ്റെ അടുത്ത് നട്ടോ. നമ്മളെല്ലാം കേക്ക് രാരുവിൻ്റെ തന്നെയാണ് നമ്മൾ വീട്ടിലെ പല ആവശ്യങ്ങൾക്കാണെങ്കിലും ഒക്കെ എടുക്കാറുള്ളത്. പിന്നെ പൊന്നുവാണെന്നുണ്ടെങ്കിൽ ഓടി നടന്ന് എല്ലാവർക്കും കേക്ക് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. എനിക്കങ്ങനെ ഓവറായിട്ടൊന്നും തിന്നാൻ പറ്റില്ല, ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ ലൈറ്റായിട്ട് ഡയറ്റ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. ലൈറ്റായിട്ടല്ല, നല്ല ഹാർഡായിട്ട് തന്നെ എടുത്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. കാര്യം ഞാൻ എല്ലാം കംപ്ലീറ്റ്ലി ഷുഗറും കാര്യങ്ങളൊക്കെ കട്ട് ചെയ്തിട്ടാണ് ഇപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇപ്പോൾ 2 ദിവസമായിട്ട് ഞാൻ ലൈറ്റായിട്ടൊക്കെ ചെറുതായിട്ടൊക്കെ എന്തെങ്കിലും കൊതി തോന്നുകയാണെങ്കിൽ എടുക്കാറുണ്ട് കേട്ടോ. വളരെ ലൈറ്റായിട്ട് എടുക്കാറുണ്ട്. അപ്പോൾ പൊന്നൂന് അങ്ങനെ കാവ്യയുടെ വക ഒരു ഗിഫ്റ്റ് കാവ്യ കൊടുത്തു. അപ്പോൾ കാവ്യ കൊടുത്ത ഗിഫ്റ്റ് എന്താണെന്ന് ഞാൻ കാണിക്കാവേ. അപ്പോൾ ഇതാണ് പൊന്നൂന് ഭയങ്കര സന്തോഷമായിട്ടോ. കാര്യം പൊന്നൂന് വാച്ച് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഞാൻ അവൾക്ക് കാവ്യ കൊടുത്തൊരു വാച്ചായിരുന്നു. അവൾക്ക് വാച്ച് എത്ര കിട്ടിയാലും ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞങ്ങളന്ന് ചെറുപ്പിനും പോയപ്പോഴത്തേനും കാവ്യയ്ക്ക് പൊന്നൂന് ഞാനും ഇതുപോലെ ഒരു വാച്ച് വാങ്ങി കൊടുത്തായിരുന്നു. അപ്പോൾ പൊന്നൂന് അങ്ങനെ വാച്ചിൻ്റെ ഒരു കളക്ഷൻ വെക്കുന്നതൊക്കെ അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞങ്ങൾ അവൾക്ക് എടുത്ത ഡ്രസ്സ് നേരത്തെ കാണിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല, കുറച്ച് തിരക്കിട്ടിട്ട് എടുക്കാനും കാണിച്ചില്ലായിരുന്നു. അപ്പോൾ ഞാൻ എന്നാൽ കണ്ണമോനും കൂടെ വാന്ന് പറഞ്ഞിട്ട് കണ്ണമോനും കൊണ്ട് അവൾക്ക് ഗിഫ്റ്റ് കൊടുപ്പിക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മളെടുത്ത ആ ഒരു ഡ്രസ്സ് പൊന്നൂൻ്റെ അടുത്ത് ഞാൻ അൺബോക്സ് ചെയ്യാൻ പറയാം, എന്നിട്ട് അവളത് കാണിക്കുന്നുണ്ട്. യെസ്, അവളെ കാണിക്കാൻ പോകണം ഗൈസ്. അപ്പോൾ ഞാനിട്ടിട്ടുള്ള ഒരു ഫീഡിങ് കുർത്തിയാണ് കേട്ടോ ഗൈസ്. ചിലപ്പോൾ ചിലർ ചോദിക്കാം. ഇൻസ്റ്റയിൽ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്, ആർക്കെങ്കിലും വാങ്ങിക്കണമെങ്കിൽ വന്ന് വാങ്ങിക്കാം കേട്ടോ. അപ്പോൾ ഞാൻ അവൾക്ക് എടുത്തിട്ടുള്ളൊരു ബ്ലാക്ക് ജീൻസും, അത് ഞാൻ വിഷ്ണുവിനോടും കൂടെ ചോദിച്ചിട്ട്, ഞാൻ ഇതിന് മുന്നേ അവൾക്ക് ഇത്ര ഒരു ജീൻസ് എടുത്തായിരുന്നു, പക്ഷെ അത് കേടും. അപ്പോൾ ഞാൻ വിഷ്ണുവിനോട് ചോദിച്ചു, ഒരിക്കൽ മോഡൽ എടുത്തു കൊടുത്തുകൊണ്ട് തന്നെ എടുക്കണോ? വിഷ്ണുവിൻ്റെ പറഞ്ഞു കൊള്ളാം, ഇത് എടുക്കാമെന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ ഞങ്ങൾ എടുത്താൽ കേട്ടോ. അപ്പോൾ ബ്ലാക്ക് ജീൻസ് സ്കേർട്ടും അതുപോലെ അതിക്കൊരു ടോപ്പുമാണ് കേട്ടോ. അപ്പോൾ എനിക്കാണെന്നുണ്ടെങ്കിൽ പൊറോട്ട കഴിക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ ചപ്പാത്തി ഉണ്ടാക്കുകയാണ് എനിക്ക് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എൻ്റെ കയ്യിൽ കണ്ണമോനുണ്ട്, ഞാൻ അതുകൊണ്ടാണ് ഇങ്ങനെ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അവനോട് വർത്താനം പറഞ്ഞിട്ടാണ് ഞാൻ ഓരോന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എനിക്കുള്ള 2 ചപ്പാത്തി ഞാൻ ചുട്ടുകൊണ്ടിരിക്കുകയാണ്. ബാക്കി എല്ലാവരും അവിടെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ദേ കണ്ണമ്മോനെ കണ്ട, ഞാൻ പറഞ്ഞില്ലേ അവൻ ആ സൈഡിലായിരിക്കുന്നതുകൊണ്ട് പൊന്നു വീഡിയോ എടുക്കുന്നതുകൊണ്ട് ആ സൈഡിലായിട്ട് കണ്ടില്ലായിരുന്നു. അത് കഴിഞ്ഞിട്ട് പൊന്നു സ്കൂളിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള മിഠായി വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അവളെ കൊണ്ട് ഇത് ഇടിപ്പിച്ചായിരുന്നു, അവൾക്ക് കറക്റ്റല്ലേ തരാൻ വേണ്ടിയിട്ട്. പക്ഷേ പക്കയാണ്, കറക്റ്റാണ്, യാതൊരു ഇതും ഉണ്ടായിരുന്നില്ല കേട്ടോ.
അതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഞങ്ങളിപ്പോൾ പോകുന്ന ഇടയ്ക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ അഞ്ജുവിൻ്റെ വീട്ടിലേക്കാണ്. അഞ്ജുവിൻ്റെ വീട്ടിലേക്ക് വെച്ചാൽ തിരുവല്ലയ്ക്കാണ്. തിരുവല്ലയ്ക്ക് പോകാത്ത കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അരിയളിയൻ്റെയും അഞ്ജുവിൻ്റെയും കല്യാണം കഴിഞ്ഞിട്ട് ഫസ്റ്റ് വെഡ്ഡിങ് ആനിവേഴ്സറി ആണ് ഗൈസ്. അപ്പോൾ അതാ വെഡ്ഡിങ് ആനിവേഴ്സറിക്ക് നമ്മൾ നടന്ന് വീഡിയോ എടുത്തൊന്നും ഇല്ലായിരുന്നു കേട്ടോ. കാര്യം എല്ലാവരെയും കണ്ട് സംസാരമൊക്കെ ആയിരുന്നു. അത് കാരണം അങ്ങനെ എല്ലാം ഒന്നും നമുക്ക് അങ്ങനെ വീഡിയോ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. എന്നാലും കുഴപ്പമില്ല, നമുക്ക് ഇതൊക്കെ നല്ലൊരു മെമ്മറി ആയിട്ട് വെക്കാൻ പറ്റുന്ന കാര്യങ്ങളല്ലേ. അപ്പോൾ ഇതൊക്കെ എടുത്തിട്ടുണ്ട്. കാര്യം അഞ്ജുവിന് 2 വർഷം കഴിഞ്ഞ് കയറി നോക്കുമ്പോൾ ഈ വീഡിയോ അവിടെ കിടക്കുമല്ലോ. അപ്പോൾ ജാനിമോള് കത്തി എന്നൊക്കെ പറയുകയാണ് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിന് അച്ഛൻ വന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അച്ഛൻ വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തതായിരുന്നു. പിന്നെ മാമ വന്നു, എല്ലാവരും വന്നു. അപ്പോൾ ഇതാണ് കേട്ടോ കേക്ക്. നല്ല രസമുണ്ട് കേക്ക് കാണാൻ വേണ്ടിയിട്ട്. കേക്ക് കാണാനും മാത്രമല്ല കേക്ക് കഴിക്കാനും രസമുണ്ടായിരുന്നു. അപ്പോൾ അതിനുശേഷം എന്തോ ഇഷ്ടം തല്ലും. അതിന് ശേഷം പിന്നെ അഞ്ജും അളിയനും പിന്നെ അതുപോലെ അച്ഛനും അമ്മയും അവിടുത്തെ അച്ഛനും അമ്മയും എല്ലാവരും ഉണ്ട്. എല്ലാവരും കൂടെ കേക്ക് കട്ട് ചെയ്യാൻ കേട്ടോ. ജാനി ഞാൻ ഒറ്റയ്ക്ക് മുറിക്കാന്നൊക്കെ പറയുന്നുണ്ട്. അതാണ് എല്ലാവരും ഇങ്ങനെ ഒരു ചിരിയൊക്കെ പാസ്സാക്കണം കേട്ടോ. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് അല്ലാത്ത സൗണ്ടുകളൊക്കെ ഉള്ളതുകൊണ്ടാണ് പിന്നെ ഞാൻ വോയിസ് കട്ട് ചെയ്തത്. അല്ലാതെ ഞാൻ അങ്ങനെ ഇട്ടേനെ. അപ്പോൾ ഇതെല്ലാവരും ഉണ്ട്. ഇതെല്ലാവരും ഫാമിലിയാണ് കേട്ടോ. അവിടുത്തെയും ഇവിടുത്തെയും ഫാമിലികളായിട്ട് എല്ലാവരും ഉണ്ടായിരുന്നു. ഫസ്റ്റ് വെഡ്ഡിങ് ആനിവേഴ്സറി ആയതുകൊണ്ട് മാക്സിമം നല്ല രീതിയിൽ തന്നെ സെലിബ്രേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഐ മീൻ എല്ലാവരെയും വിളിച്ച് അളിയൻ്റെ വീട്ടിൽ നിന്നാണെങ്കിലും എല്ലാവരും കൂടെ വണ്ടിയിൽ അവിടുന്ന് എല്ലാവരും കൂടെ വന്നിട്ടുണ്ടായിരുന്നു. ഇവിടുന്നും എല്ലാവരും ഉണ്ടായിരുന്നു. ഇവിടെ പിന്നെ എല്ലാവരും അടുത്തടുത്തായതുകൊണ്ട് ഒരു ഫംഗ്ഷൻ വരുമ്പോഴത്തേനും എപ്പോഴും എല്ലാവരും എല്ലായിടത്തും ഉണ്ടാവും കേട്ടോ. പിന്നെ ഇത് അളിയൻ്റെ ഫ്രണ്ട്സൊക്കെയാണ്. ഇത് വിഷ്ണുവിൻ്റെ അടുത്ത വീഡിയോ ആയിരുന്നു. എനിക്ക് സത്യത്തിൽ ഇവിടെ എന്താ പറയണമെന്ന് അറിയത്തില്ല. അപ്പോൾ ഇതെല്ലാം അളിയൻ്റെ കൂട്ടുകാരാണ്. അളിയൻ്റെയും മഞ്ജുവിൻ്റെയും എല്ലാവരുടെയും കൂട്ടുകാരാണ്. അതെ. പിന്നെ അവർ ഗിഫ്റ്റൊക്കെ കൊടുത്ത് ഗിഫ്റ്റൊക്കെ അൺബോക്സ് ചെയ്ത് നോക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ ഫുഡിൻ്റെ സത്യം പറഞ്ഞാൽ എനിക്ക് വീഡിയോ എടുക്കാൻ എനിക്ക് മറന്നുപോയി. കാര്യം ഞാൻ കണ്ണമോന് ഓടി നടന്ന് ഫുഡ് കൊടുക്കുന്നതിന് ഇടയ്ക്കായിരുന്നു ഞാൻ കഴിച്ചത്. അപ്പം ചിക്കൻ സ്റ്റൂ ആയിരുന്നു കേട്ടോ ഉണ്ടായിരുന്നത്. അപ്പോൾ ഞാനും വിഷ്ണുവിൻ്റെ ഇവിടുന്ന് പോകുമ്പോൾ ഞങ്ങൾ വാങ്ങിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അഞ്ജുവിന് ഒരു മെറ്റേണിറ്റി വെയറും അതുപോലെ തന്നെ അരിയളേന് ഒരു ഷർട്ടുമാണ് കേട്ടോ. അപ്പോൾ ഗൈസ് വിഷ്ണേട്ടാ ഫോൺ ചെയ്യുന്നുണ്ട്. അതെ ഞാനും അച്ഛാ ഞാനും കൃഷ്ണേട്ടൻ റെഡി ആയിട്ട് ഇറങ്ങുന്ന കണ്ടപ്പോൾ അച്ഛൻ ഞാനും എന്ന് പറഞ്ഞ് ചാടി ഇറങ്ങിയൊക്കെയാണ് ഗൈസ്. ആ ഒരു വീഡിയോ അത്രേ ഉള്ളൂ കേട്ടോ. കാര്യം ബാക്കിയൊന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായില്ല. നമ്മൾ എടുത്തിട്ടുണ്ടായില്ല. കാവ്യ ചേച്ചിയൊക്കെ കഴിയുമ്പോൾ എന്തൊക്കെ എഴുതി കൂട്ടുണ്ട്. ഇപ്പുറത്തെ പൊന്നു ചേച്ചി എഴുതി കൂട്ടുണ്ട്. അപ്പോൾ വിഷ്ണുവിനാണെങ്കിൽ അമ്പലത്തിൽ പോകാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ട് ഇറങ്ങിയേക്കാണ് ഗൈസ്. നീ വരുന്നപ്പോൾ മാറാൻ പറയുക മാറുന്നു. അവരെ രണ്ടുപേരും മാറ്റുമോ? കാര്യം അവൻ്റെ അച്ഛൻ വണ്ടി എടുക്കാൻ പോല. അപ്പോൾ രണ്ടുപേരും മാറ്റുമോ അവൻ? ഡോ സുർമാണി. അപ്പോൾ ഓക്കെ ഗൈസ്, വീഡിയോ എത്ര ഉള്ളൂ. നമുക്കെന്നാൽ നാളെ കാണാം. ബൈ.